വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്, പരാജയങ്ങൾ പലപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ്. പരാജയപ്പെട്ടവന് സമൂഹത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ള ചിന്താഗതി കാരണം ഇപ്പം ഞാനെന്ന വ്യക്തി ഇവിടെ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള പേടി കൊണ്ടായിരിക്കും. ഇവിടെ ഞാനടക്കമുള്ള പല വ്യക്തികളും പലതും മറച്ചു പിടിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ പാരൻസൊക്കെ ഒരിക്കലും സോഷ്യൽ മീഡിയ കണ്ടിട്ട് കുട്ടികളെ പറയാൻ നിൽക്കരുത്. മറ്റുള്ളവനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവനെ പോലെയാവ് ഇവനെ പോലെയാവ് എപ്പോഴും കേൾക്കുന്നയാൾ. വരക്കുന്ന ഒരു കുട്ടിക്ക് ഇതേപോലെ സംസാരിക്കാൻ പറ്റൂലല്ലോ. നമ്മളായിരിക്കാൻ സമ്മതിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ഒരു ചെറിയ ആൾക്കാർ തുടങ്ങുന്ന ചെറിയ സംരംഭങ്ങളാണ് പല രീതിയിലും വളരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ നമ്മൾ ഇറങ്ങാത്തത് കൂടുതലും ഈ സിനിമകളും സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായും വളരെ കുറഞ്ഞ സെക്കൻഡുകൾ നീണ്ട ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്, ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. വളരെ വലിയ ചിന്തയാണ് അതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതെ, പിന്നെ വിജയിക്കുന്നവർ ആഘോഷിക്കപ്പെടും, അവരെ പുകഴ്ത്തും. പക്ഷെ പരാജയപ്പെട്ടവരെ കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ശ്രമിക്കുന്നില്ല എന്നാണ്. ശരിക്കും പരാജയം ഒരിക്കലും പിന്നെ വിജയിക്കില്ല എന്നുള്ളതിൻ്റെ അല്ല. ഇപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ ചരിത്രം നമുക്കറിയാം. എത്ര പ്രാവശ്യമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ബിസിനസ്സിൽ പരാജയപ്പെട്ടു, പിന്നെ അവിടെ മത്സരത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുന്നോട്ട് പോയി. അത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നമ്മൾ നൽകേണ്ടത്. തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികളിൽ മികച്ചു നിൽക്കുന്നവർ ആഘോഷിക്കപ്പെടുകയും അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അവരെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളും അവരെക്കുറിച്ചുള്ള അഭിനന്ദനങ്ങളും അത് കുടുംബത്തിലും എല്ലായിടത്തും സ്റ്റിക്കറുകളായിട്ടും കമൻറ്റുകളായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ അങ്ങനെ പറന്ന് ഒഴുകുകയാണ്. പക്ഷേ ഇതിൽ പിന്നിൽ നിൽക്കുന്നവർ അവർ പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ അത് വളരെ വലിയ അസ്വസ്ഥതയും നിരാശയും പലരും ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ പിന്നിൽ നിൽക്കുന്നവരെ കൂടി കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ അത് വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കൾ 2-3 മക്കളുണ്ടെങ്കിൽ നീ അവനെ പോലെയാകും ഇവനെ പോലെയാകുമെന്നൊന്നും പറയാൻ പാടില്ല. കാരണം അവനല്ല അവളല്ല ഇവനാണ്. അതെ, ഒരു വ്യക്തി ആ വ്യക്തിയാണ്. അപ്പം ആ ചിന്തയിൽ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ചിലർ സംസാരത്തിൽ മികച്ചു നിൽക്കും, ചിലർക്ക് പിന്നെ എഴുത്തിലായിരിക്കും, വരയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ മേഖലകളിലായിരിക്കും. അപ്പോൾ അവരുടെ പിന്നെ അവർക്ക് കഴിവേത് എന്ന് കണ്ടെത്തി രക്ഷിതാക്കൾ അവരെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കതിൽ വിജയിക്കാൻ കഴിയും. മറിച്ച് പിന്നെ പരീക്ഷയിൽ എഴുതി ജയിക്കുന്ന ഒരാൾ അവനെപ്പോലെ തന്നെ ഇവനും ജയിക്കണം എന്ന് വാശി പിടിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രഹരിക്കുക ചെയ്താൽ അവർ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് പ്രചോദനം നൽകുക. ഒരു പരാജയത്തെയും പിന്നെ അവരെ മോശപ്പെടുത്തി ചെറിയ മക്കളാണ്, അവർ വളർന്നു വരുമ്പോൾ ഒരു 5 മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ശരിയാവുമെന്ന് പറയാമെന്നല്ലാതെ അവരെ നീ വളരെ മോശമായി, മറ്റേ കുട്ടി എത്ര മാർക്ക് വാങ്ങി എന്ന് അവർക്ക് ഡീമോട്ടിവേറ്റ് ചെയ്താൽ വളരെ അപകടമാണ് ചെയ്യുക. പിന്നീട് അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിന് പകരം അത് ശരിയാവും, നമുക്ക് അടുത്ത എക്സാമിന് ശരിയാക്കാം, പിന്നെ നീ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏത് മേഖലയിലും, അത് കുട്ടികളാകട്ടെ വലിയവരാകട്ടെ രക്ഷിതാക്കളാകട്ടെ നമ്മളെ കുടുംബജീവിതത്തിലാകട്ടെ ഏതിലും ഈ പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്. തീർച്ചയായും പിന്നെ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും പിന്നെ ഏതെങ്കിലും ഒരു മത്സരത്തിലെയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ ഒരു വിഷയത്തിലെ പേപ്പറിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അതെ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പിന്നോട്ട് അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ മാനസികമായി പിന്നെ പിന്തുണക്കാതിരിക്കുകയും ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ അപകടമാണ്. അതേപോലെ താരതമ്യം ചെയ്യുക. ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവാണ് ഉണ്ടാവുക. ആ കഴിവുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കുന്നവരും മുന്നിൽ നിൽക്കുന്നവരും അവരാഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് പേര് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ മികവിലേക്ക് ഒരു ഘട്ടത്തിലെ പരാജയത്തിൽ നിന്ന് അവർക്ക് ഉയർന്നു വരാൻ സാധിക്കും. എത്രയോ ഇവിടെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ തുടക്കം കുറിച്ചവർ വലിയ വലിയ അവസ്ഥകളിലേക്ക് എത്തിയ എത്രയോ കഥകളും ചരിത്രങ്ങളുണ്ട്. പലരും അവരുടെ
അനുഭവത്തിൽ ജീവിത വിജയത്തിൻ്റെ ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവർ അവരുടെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അവർ പറയാറുള്ളത് എനിക്കന്ന് എൻ്റെ അധ്യാപകൻ നൽകിയ ഒരു വാക്കാണ്, അതെ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്, ഒരു സംഭവം, ഒരു കഥ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. ഇനി അനുഭവമാണോ എന്നിങ്ങനെ വായിച്ചതായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓർക്കുകയാണ്. അതായത് ഒരു കുട്ടി കുറേ കാലത്തിന് ശേഷം പിന്നെ അവൻ സ്കൂളിൽ നടന്നൊരു സംഭവം ഓർക്കുകയാണ്. അവൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെ അടുത്ത് വന്നിട്ട് അത് ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഒരു വിലപ്പെട്ടൊരു സാധനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിലെ അധ്യാപകനോട് പരാതി പറഞ്ഞു, എൻ്റെ ഈ സാധനം ക്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്ലാസ്സിലെല്ലാ കുട്ടികളെയും നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, എല്ലാ കുട്ടികളോടും. എന്നിട്ട് പറഞ്ഞു ഇത്ര സമയം തരും, ആ സമയത്തിൻ്റെ ഉള്ളിൽ ആ സാധനം എൻ്റെ കയ്യിൽ കൊടുന്ന് വെക്കണം, ആ വ്യക്തി കൊടുന്ന് വെക്കണം, ഇന്ന സ്ഥലത്ത് വെക്കണം, എൻ്റെ മേശമ്മൽ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അതെനിക്കറിയാം, ചെറിയ ക്ലാസ്സിലാണ്, എനിക്കതറിയാം, ഞാനത് കണ്ടിട്ടുണ്ടെന്നുള്ള രൂപത്തിൽ അത് ഒരു നമ്പർ പ്രയോഗിച്ചതാണ്. സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി പറയാണ് വലുതായിട്ട് ഇയാൾ പിന്നെ ഈ സാധനം എടുത്ത കുട്ടി പതുക്കെ എന്ത് ചെയ്യാണ്, അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കുകയാണ്, അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അവൻ വലുതായി കുറേ കാലത്തിന് ശേഷം സാറിനോട് വന്ന് പറയുന്നുണ്ട്, പിന്നെ സാറ് ഞാൻ അന്ന് അങ്ങ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയോണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ അന്ന് എന്നെ ഒരു കള്ളനായി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കൂട്ടുകാരുടെ ഇടയിൽ അപമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ വേറൊരവസ്ഥയിലെത്തുമായിരുന്നു. അപ്പോൾ സാറപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാനും അപ്പോൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു, നീയാണത് എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇടപെടൽ, ഒരു ശ്രദ്ധ പിന്നെ ആ സാറ് സ്വീകരിച്ചപ്പോൾ ഒരു കുട്ടിയുടെ തെറ്റ് തിരുത്തി അവൻ അപമാനിതനാകാതെ അവൻ ജീവിതത്തിൻ്റെ നല്ലൊരു വഴിയിലേക്ക് തിരിഞ്ഞു നടന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്.